ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ യൂദാസ്കറിയാത്തയോടൊപ്പം ഭക്ഷണം കഴിക്കുകയും അത് അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കും എന്നറിയാമായിരുന്നിട്ടും പറയുകയാണ്, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്. അപ്പോ യേശുവിന്റെ മനോസ്ഥിതി ഒന്ന് ചിന്തിച്ചുകൊള്ളുക. എങ്ങനെയായിരിക്കും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവനോടൊപ്പം ഭക്ഷണം കഴിക്കുവാനായിട്ട് യേശുവിന് സാധിച്ചത്? പ്രിയ സഹോദരെ, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴെങ്കിലൊക്കെ നമുക്ക് ചുറ്റിലുമുള്ളവർ ചിലപ്പോൾ നമുക്കെതിരായി പ്രവർത്തിക്കുന്നുവെന്നും അതുപോലെ തന്നെ നമ്മെ ചതിയിൽപ്പെടുത്തുന്നുവെന്നും നമുക്ക് തോന്നും. പക്ഷേ അവരോടുള്ള സ്നേഹം നിമിത്തം നാം വീണ്ടും അവരോടൊപ്പം തന്നെ ആയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ, ചിലപ്പോൾ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവരൊക്കെയും ഈ തരത്തിൽ നമ്മെ ചിലപ്പോൾ വേദനിപ്പിച്ചെന്ന് വരാം, അല്ലെങ്കിൽ ഭാവിയിൽ ഇനിയും വേദനിപ്പിക്കും എന്ന് നമുക്കറിയാം. എങ്കിലും നാം അവരോടൊപ്പമായിരിക്കുന്നു. ക്രിസ്തുനാഥന്റെ ഈ ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കട്ടെ. നമ്മെ വേദനിപ്പിക്കുന്നവർക്ക് തിരികെ നമ്മൾ വേദന നൽകാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ ഒപ്പം നിർത്തുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരികയും ചെയ്യുമാറാകട്ടെ.